ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുധിക്കാണെങ്കിലോ ഉറക്കമില്ലാത്തൊരു രാത്രിയാണേ. സച്ചി നാരങ്ങയൊക്കെ എറിഞ്ഞിട്ട് സുധിയെ പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ സുധിയുടെ കണ്ണിൽ അത് പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന നാരങ്ങയായിട്ടാണ് തോന്നുന്നത്. ആ നാരങ്ങ സുധിയുടെ മേത്തുനിന്ന് ഇങ്ങനെ പയ്യെ സച്ചി പുറത്തോട്ട് വലിച്ചെടുക്കുമ്പോഴേക്കും പേടിക്കുകയാണേ. അയ്യോ, ഈ നാരങ്ങ എന്താ അനങ്ങുന്നതെന്നൊക്കെ നോക്കിയിട്ട് നാരങ്ങയുടെ പുറകെ പോകുമ്പോഴേക്കും ഡോറിൻ്റെ അവിടെ നിന്ന് വേറൊരു നാരങ്ങ ഇരുന്ന് കറങ്ങുന്നു. അത് സുധിക്ക് തോന്നുന്നതാണ്. കാരണം കണ്ണടച്ച ആകെ നാരങ്ങയുടെ വിചാരമാണല്ലോ. അങ്ങനെ സുധിക്ക് എല്ലായിടത്തും കാണുന്നിടത്തൊക്കെ നാരങ്ങയായിട്ട് തോന്നുവാണ്. സുധിക്കാണെങ്കിൽ ഉറക്കം പോയി. ഏതായാലും നേരെ പോയി ചന്ദ്രയെ വിളിക്കുവാണ് പേടിച്ചിട്ട്. അമ്മ ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, എങ്ങനെ ഉറങ്ങാനാടാ, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, കണ്ണടച്ച നാരങ്ങയുടെ രൂപമാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇവിടെ ശ്രുതി കിടന്ന് നല്ല ഉറക്കമോ അമ്മേ, എനിക്കാണെങ്കിൽ പേടിയാവുന്നു. അപ്പോൾ ചന്ദ്ര പറയും, നീ എന്തിനിങ്ങനെ ഫോണിൽ വിളിക്കുന്നത്, രവിയേട്ടൻ എങ്ങാനും കേട്ടാൽ അന്ന് അമ്മ ഇങ്ങോട്ടേക്ക് വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മുറിയുടെ പുറത്തോട്ട് വിളിക്കുവാണ് ശ്രുതി. എന്നിട്ട് രണ്ടുപേരും കൂടി ആ പൂജാമുറിയുടെ അവിടെ നിന്ന് സംസാരിക്കുവാണ്. ശ്രുതി നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണേ. പെട്ടെന്ന് ആരോ വന്ന് മുറിയിലൊക്കെ വന്ന് കൊട്ടിയമ്മേ. ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആരുമില്ല. 2-3 പ്രാവശ്യം അങ്ങനെ കൊട്ടി. അത് മാത്രമല്ല, നാരങ്ങയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുവാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, പറന്ന് നടക്കുന്നു, നിനക്ക് തോന്നിയതായിരിക്കും, അതെന്നെ ആലോചിച്ചിരിക്കുന്നുണ്ടെന്ന് ചന്ദ്ര പറയുന്നുണ്ടേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോന്ന് ആലോചിച്ച് എനിക്ക് ഭ്രാന്താവും എന്ന് പറയുവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, നമ്മൾ പകരത്തിന് വേറൊരു ചെറുനാരങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ, അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, അമ്മേ, ഇനി സച്ചി കൊണ്ടുവന്ന് വെച്ച ചെറുനാരങ്ങയ്ക്ക് ശക്തി കൂടുതലെങ്കിലോ, നമ്മുടെ ചെറുനാരങ്ങ വാടിപ്പോയാലോ, ഇടക്കിടയ്ക്ക് എനിക്ക് എൻ്റെ മുഖം കോടിപ്പോകുന്ന പോലെ തോന്നുന്നുണ്ട്. എൻ്റെ ജോലി തന്നെ എൻ്റെ സംസാരത്തിനെ ആശ്രയിച്ച, എൻ്റെ വായിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മൾട്ടി മില്യണർ ആവാനുള്ള സ്വപ്നമൊക്കെ വെറുതെ ആയി പോകുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താടാ ശ്രുതി ഇങ്ങനെ, നീ എപ്പോഴും നിന്നെപ്പറ്റി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, നീ എന്നെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ, ഈ പ്രായത്തിൽ എൻ്റെ വായെങ്ങാനും കൂടിപ്പോയാലുള്ള അവസ്ഥ എന്നൊക്കെ ചന്ദ്രയും പറയുവാണ്. ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലമ്മേ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ഒരു വഴിയുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, എന്ത് വഴിയാടാ, നമുക്ക് ആ നാരങ്ങ എടുത്ത് കളയാമെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, അതൊന്നും വേണ്ട, നമുക്കെന്തെങ്കിലും സംഭവിച്ചാലോ അതെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, അതിവിടെ ഇരുന്നാലേ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുള്ളൂ, ഇപ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ്, നമുക്ക് അവരെഴുന്നേക്കണതിന് മുമ്പ് എളുപ്പം ആ നാരങ്ങ എടുത്ത് കളയാം. അപ്പോൾ ചന്ദ്ര പറയും, അത് വേണോടാ, വേണം അമ്മേ, അത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നമൊക്കെ മാറും, അമ്മ വാന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും കൂട്ടി ശ്രുതിയും പൂജാമുറിയിലോട്ട് പോവുകയാണെ നാരങ്ങ കളയാൻ വേണ്ടിയിട്ട്. പേടിച്ച് ചെല്ലുവാണ്. ചന്ദ്ര പറയും, ശ്രുതി നീ പോയി എടുത്തോണ്ട് വാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഞാനില്ല, അമ്മ പോയി എടുത്തോണ്ട് വാന്ന് പറഞ്ഞ് ചന്ദ്രയെ തള്ളിവിടുവാണേ. അപ്പോൾ ചന്ദ്ര പറയും, നീ എല്ലാ കാര്യത്തിനും എന്നെ തന്നെ ഇങ്ങനെ തള്ളിവിട്ടോ, എന്നെ എല്ലാ പ്രശ്നത്തിനും കൊണ്ട് ഇടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര പയ്യെ പൂജാമുറി കയറിയിട്ട് അവർ സച്ചി വെച്ച് നാരങ്ങ എടുത്തോണ്ടും വരുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, ഇത് മാത്രം എടുക്കല്ലേ, നമ്മുടെ ചെറുനാരങ്ങയും കൂടി എടുക്ക്. അപ്പോഴേക്ക് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അതെന്തിനാടാ, അല്ലെങ്കിൽ പിന്നെ ഡൗട്ട് വരില്ലേ. അപ്പോൾ ചന്ദ്ര പറയും, ബുദ്ധിമാൻ, ശരി എന്ന് പറഞ്ഞിട്ട് അവർ വെച്ച് ചെറുനാരങ്ങയും കൂടി എടുത്തിട്ട് 2 ചെറുനാരങ്ങയും കയ്യിൽ പിടിച്ചിട്ട് ചന്ദ്ര ഇങ്ങനെ ഇറങ്ങുവാണ്. വാട ശ്രുതി, നമുക്കിതുകൊണ്ട് കളഞ്ഞിട്ടും വരാമെന്ന് പറഞ്ഞ് പോകാൻ പോകുമ്പോഴേക്കും ഹോളിലൊക്കെ ഇങ്ങനെ ലൈറ്റ് വരുവാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, എന്തിനാ ശ്രുതി ലൈറ്റ് ഇട്ടേന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, ഞാനല്ലമ്മയെന്ന് പറയുവാണ്. അപ്പോൾ ലൈറ്റ് ഇട്ട ആളുകൾ ഇറങ്ങി വരുവാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ സച്ചി, രേവതി, വർഷ, ശ്രീകാന്ത്, രവീന്ദ്രനൊക്കെ ഇങ്ങനെ ഹോളിലോട്ട് വന്നിട്ട് ഇവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. രവീന്ദ്രൻ നല്ല ദേഷ്യത്തിലാണ്, സച്ചിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ശ്രുതി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും അരികത്ത് ശ്രുതിയില്ലേ. ശ്രുതിയും അങ്ങനെ ഹോളിലോട്ട് വന്ന് നോക്കുമ്പോഴും എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി രാത്രി ഈ സമയത്ത് ഇവിടെ എന്തെടുക്കുവാന്ന് ചോദിക്കുമ്പോഴേക്കും ആരും ഒന്നും മിണ്ടുന്നില്ലേ. ശ്രുതി അപ്പം നോക്കുമ്പോൾ ചന്ദ്ര 2 നാരങ്ങയായിട്ടൊക്കെ നിൽക്കുന്നു. അപ്പോഴേക്കും ഏകദേശം കാര്യങ്ങൾ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ സച്ചി പറയും, അച്ഛാ, ഇന്ന് രാത്രി ഞാനൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ആ കാഴ്ച, കണ്ടോ, നിറയെ കണ്ടോളൂ എന്ന് പറയുവാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അമ്മ ഈ നാരങ്ങയായിട്ടൊക്കെ ഇതിങ്ങോട്ട് പോവാന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, ചിലപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാനായിരിക്കും ശ്രീകാന്തേ. ചന്ദ്രയും ശ്രുതിയും ഒന്നും മിണ്ടുന്നില്ലേ. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. മുഖമൊക്കെ വളരെ വെളുത്ത് ഒരു രൂപമായിട്ടിരിക്കുകയാണ്. 2 പേർക്കും നല്ല ടെൻഷൻ കയറിയിരിക്കുവാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ഈ കൊണ്ടുവന്ന് വെക്കുന്ന ചെറുനാരങ്ങ രേവതിയുടെ സ്വർണ്ണം എടുത്തവരെ കാണിച്ചു തരുമെന്ന്. കണ്ടോ എന്ന് സച്ചി പറയുവാണേ. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കും, അമ്മേ, അപ്പോൾ ഈ ശ്രുതിയാണോ രേവതിയുടെ സ്വർണം? അപ്പോഴേക്കും ചന്ദ്ര പറയും, ശ്രീകാന്തേ, നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയരുതെന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ അമ്മേ സച്ചിയേട്ടൻ വെച്ച ചെറുനാരങ്ങ അമ്മയുടെ
കയ്യിലിരിക്കുന്നത്, അതെടുത്തോണ്ട് എങ്ങോട്ട് പോവാന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും അത് പിന്നെ രാവിലെ ബാമയുടെ കൂടെ പോയപ്പോഴേക്കും അമ്പലത്തിലെ പൂജാരി പറഞ്ഞായിരുന്നു ഇങ്ങനെ കണ്ടതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് ദോഷമാണെന്ന്. അങ്ങനെ ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ചന്ദ്ര ഒപ്പിക്കുവാണേ. അപ്പോഴേക്കും രേവതി ചോദിക്കും അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ വെച്ച ചെറുനാരങ്ങയും കൂടി എന്തിനാ എടുക്കുന്നതെന്ന് രേവതി ചോദിക്കും. അപ്പോഴേക്കും ചന്ദ്രക്ക് പിന്നെ ഉത്തരം മുട്ടുവാണേ. ചെറുനാരങ്ങ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോകുന്നുണ്ട് ചന്ദ്രയുടെ. അപ്പോൾ ശ്രുതി പറയും അവർ ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കുന്നത് എന്തിനാ ശ്രുതി ചേച്ചി എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും സച്ചി നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. അച്ഛ അത് പൂജിച്ച ചെറുനാരങ്ങയൊന്നുമല്ല, ചെറുനാരങ്ങയിൽ ഈ ശ്രുതി എന്തായാലും പേടി കാരണം വീഴുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ കടയിൽ പോയൊരു ചെറുനാരങ്ങ മേടിച്ച് ഇങ്ങനെ കുങ്കുമമൊക്കെ തേച്ച് പൂജിച്ചതാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ചതാന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് മനസ്സിലാവേ ഇവർ ഞങ്ങളെ പെടുത്താൻ വേണ്ടി വെച്ച കെണിയാണിതെന്ന്. ചന്ദ്ര പറയും അപ്പം ഇതൊക്കെ ഒരു ഡ്രാമ ആയിരുന്നല്ലേ. അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുവാണേ. രവീന്ദ്രൻ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് ചന്ദ്രേ അപ്പോൾ നീ എൻ്റെ അടുത്ത് നിന്നും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയും ഞാൻ എന്ത് മറയ്ക്കാനാ, അങ്ങനെയൊന്നും ഇല്ല രവിയേട്ടാ, ഇവൻ എന്തൊക്കെയോ ഭ്രാന്ത് കയറി ചെയ്തു, ഇങ്ങനെ പൂജിച്ച് ചെറുനാരങ്ങയൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ദോഷമാണെന്ന് ഓർത്തിട്ടാണ് ഞാനത് കളയാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കും അല്ല അതെന്തിനാ ഈ പാതിരാത്രി വന്ന് ചെയ്യുന്നത്, രാവിലെ ചെയ്തൂടെ, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് എടുത്ത് കളഞ്ഞൂടെ, ഈ രാത്രി തന്നെ ചെയ്യണമായിരുന്നു അമ്മക്ക്. അത് പിന്നെ എനിക്ക് ഉറക്കം വരണ്ടേ, കിടന്നിട്ട് ഈ നാരങ്ങ മുമ്പിൽ, ഈ നാരങ്ങ കാരണം വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലോ നോർത്തിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചന്ദ്ര വീണ്ടും പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇവനേക്കാളും കൂടുതൽ ഈ വീട്ടിൽ എന്ത് സംഭവിക്കാനാന്ന് പറഞ്ഞ ശ്രുതിയെ തൊട്ട് കാണിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതി പറയും സച്ചി അമ്മ പറഞ്ഞില്ലേ എന്താ നടന്നതെന്ന്, എല്ലാത്തിനും ഈ ശ്രുതിയെ കുറ്റപ്പെടുത്തല്ലേ, വാ ശ്രുതി നമുക്ക് പോവാം, മുറിയിലോട്ട് പോവാന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടി പോവാണ്. അപ്പോഴേക്കും സച്ചി അവരുടെ പുറകെ പോയിട്ട് പറയും പാലറേട്ടെത്തി, വിചാരണ കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് ഈ പ്രതിയും കൂട്ടി എങ്ങോട്ട് പോവാം, എനിക്കിനിയും കുറച്ച് കാര്യങ്ങളും കൂടി ചോദിക്കാനുണ്ടെന്ന് സച്ചി പറഞ്ഞിട്ട് അവരെ തടഞ്ഞു നിർത്തുവാണേ. എന്നിട്ട് പിന്നെ സച്ചിയുടെ ചോദ്യം ചെയ്യല, മര്യാദക്ക് പറഞ്ഞോ സ്വർണം നീ എന്താ ചെയ്തേ. ശ്രുതി പറയും എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ, എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് പറയുവാണ്. അപ്പോൾ സച്ചി വീണ്ടും ചോദിക്കും സ്വർണം നീ എന്താ ചെയ്തെന്ന് പറഞ്ഞോ ശ്രുതി, പിന്നെ നിനക്ക് എങ്ങനെ ഈ 5 ലക്ഷം രൂപ കിട്ടി. അപ്പോഴേക്കും ശ്രുതി പറയും അത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചതാണെന്ന്. അപ്പോഴേക്കും സച്ചി മറ്റൊരു സത്യം വെളിപ്പെടുത്തുവാണേ. അച്ഛാ ഇവൻ പറയുന്ന ആ പാർക്കിലെ സുഹൃത്ത്, അവന് ഞാൻ രാവിലെ കണ്ടായിരുന്നു, അയാൾ പറഞ്ഞത് ഇവന് 1 രൂപ പോലും കടമിട്ട് കൊടുത്തില്ലെന്നാണ്. അപ്പോൾ ശ്രുതി അയ്യോ വീണ്ടും പെട്ടല്ലോ ദൈവമേ, ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ വിചാരിക്കുവാണ്. ശ്രുതി അതന്നെ പറയുക ഇല്ല ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കടം മേടിച്ചെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ശരി എന്നാൽ അവനെ ഇപ്പോൾ ഫോൺ വിളിക്ക്, ഇവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ ഫോൺ വിളിക്കുമെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി അത് പിന്നെ അവൻ ഉറങ്ങിയിട്ടുണ്ടാവും, ഈ ടൈമിൽ വിളിച്ചാൽ കിട്ടില്ല, അങ്ങനെ ഒരുപാട് കള്ളങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയും അച്ഛാ കണ്ടോ അവൻ തപ്പി കളിക്കുന്നത് കണ്ടോ എന്ന് പറയുവാണ്. രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ശ്രുതിയേട്ടാ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതിച്ചേട്ടനാണത് ചെയ്തെങ്കിൽ സമ്മതിച്ചു കൊടുക്കുമെന്ന് പറയുവാണ്. ചന്ദ്രക്ക് ദേഷ്യം വരും. ചന്ദ്ര അപ്പം ശ്രീകാന്തിനോട് പറയുന്നുണ്ട് എന്ത് സമ്മതിക്കാൻ, അവനൊന്നും അറിയാനൊന്നും പാടില്ല, ഈ സച്ചി വെറുതെ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിക്കുക. രേവതി നീയാണോ ഇവനെ ഓരോന്നും പറഞ്ഞ് ഇളക്കിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുവാണേ. ചന്ദ്ര പിന്നെ നേരെ രേവതിയുടെ അടുത്തോട്ട് തിരിയുവാണ്. അറിയാലോ ചന്ദ്രക്ക് അതാണല്ലോ സ്വഭാവം. അപ്പോൾ രേവതി മിണ്ടാതിരിക്കുന്നില്ല, രേവതി നല്ലോണം പ്രതികരിക്കുന്നുണ്ട്. എന്താ അമ്മ ഇത്, ഈ വീട്ടിൽ എന്ത് നടന്നാലും അതിൻ്റെയൊക്കെ കുറ്റം എനിക്കാണല്ലോ അമ്മ ചാർത്തി തരുന്നത്, എൻ്റെ സ്വർണം കവറിങ്ങായി മാറിയതും ഞാൻ തന്നെ ചെയ്തതാണെന്ന് അമ്മ പറയുന്നു, ഇനി എത്ര നാൾ അമ്മ ഇങ്ങനെ എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിൽ തന്നെ വെച്ച് തരും എന്ന് ചോദിക്കുവാണ്. ചന്ദ്ര അപ്പോൾ രേവതിയുടെ ഒന്നുകൂടെ പൊട്ടിത്തെറിക്കാൻ പോകുമ്പോഴേക്കും രവീന്ദ്രൻ തടയുവാണ്. ചന്ദ്രേ നീ നിർത്തുമെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും അല്ല ഇവള് നിന്നോട് നിർത്താനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പിന്നെ അങ്ങോട്ട് രവീന്ദ്രൻ്റെ ഒരു വിളയാട്ടമാണ്. രവീന്ദ്രൻ നേരെ പോയിട്ട് ശ്രുതി നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ പേടിച്ച് രവീന്ദ്രൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുവാണേ. സത്യം പറ എന്താ നടന്നതെന്ന് രവീന്ദ്രൻ ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയും എനിക്കൊന്നും അറിയില്ല അച്ഛാ. അപ്പോൾ രവീന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട് നീ മര്യാദക്ക് സത്യം പറഞ്ഞോ, എന്താ നടന്നതെന്ന് പറഞ്ഞോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും രവിയേട്ടാ അവനൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും നിന്നോട് ഞാൻ മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞേ ചന്ദ്രേ, നീ പറയടാ ശ്രുതി എന്താ നടന്നതെന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതി പറയും അങ്കിൾ ശ്രുതിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോഴേക്കും സച്ച് പറയുന്നുണ്ട് പാലറേട്ടത്തി അവൻ്റെ അച്ഛൻ അവനോട് ചോദ്യം ചോദിക്കുന്നു, പാലറേട്ടത്തി മിണ്ടാതിരിക്കുമെന്ന് പറയുവാണ്. ശ്രുതി അപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എനിക്കൊന്നും അറിയില്ലച്ചാ. സച്ചിക്ക് ദേഷ്യം വരും. എടാ എത്ര നേരമായിട്ട് അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിനക്ക് പറഞ്ഞുകൂടെടാന്ന് പറഞ്ഞ് ശ്രുതിയുടെ അടുത്ത് പൊട്ടിത്തെറിച്ചുകൊണ്ട് വരുവാണേ സച്ചി. അപ്പോഴേക്കും ശ്രുതി പറയും ആടാ ഞാനാണ് രേവതിയുടെ സ്വർണം കൊണ്ടുപോയി വിറ്റത്. അപ്പോഴേക്ക് രവീന്ദ്രനൊക്കെ ഇങ്ങനെ ഷോക്കാവുകയാണ്. ശ്രുതിയുടെ വായം തന്നെ സത്യങ്ങളൊക്കെ വീണു. ചന്ദ്രക്ക് പിന്നെ അങ്ങോട്ട് ടെൻഷൻ കയറുവാണ്.
രവീന്ദ്രൻ ദേഷ്യത്തിൽ ഇങ്ങനെ ചന്ദ്രയെ നോക്കുന്നുണ്ട്. പിന്നെ സുധി നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. അച്ഛാ, വേറെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ലായിരുന്നു അച്ഛാ. ഡീലർക്ക് 4 ലക്ഷം രൂപ കൊടുക്കാനും ഉണ്ടായിരുന്നു. വേറൊരു വഴിയും എൻ്റെ അടുത്തില്ലായിരുന്നു. അപ്പോൾ അമ്മയാ പറഞ്ഞത് രേവതിയുടെ സ്വർണ്ണങ്ങൾ ഇവിടെ ഉണ്ട്, അത് കൊണ്ടുപോയി പണയം വെക്കാൻ. പണയം വെക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. പക്ഷെ പണയം വെച്ചാൽ അത്രയും കാശൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വിറ്റതെന്ന് സുധി കുറ്റസമ്മതം നടത്തുവാണേ. സച്ചി പറയും, ഇവനെ എന്ത് ചെയ്യണോ അച്ഛാ ഞങ്ങൾക്കെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ ഡൗട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജ്വൽ കടയിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ വിളിച്ച് സുധിച്ചേട്ടനെ വിളിച്ച് സംസാരിച്ചത്. പക്ഷേ അപ്പോഴൊന്നും വീഴാത്ത സുധിച്ചേട്ടൻ ഒരു ചെറുനാരങ്ങയുടെ കിണിയിൽ വീണല്ലോ എന്ന് വർഷ കളിയാക്കുവാണേ. നാണമില്ലല്ലോ ഇങ്ങനെ ചീറ്റിങ് നടത്താൻ സുധിച്ചേട്ടന്, നാണമില്ലല്ലോ. രേവതി ചേച്ചിയുടെ സ്വർണം കൊണ്ടുപോയി വിറ്റിരിക്കുന്നു എന്നൊക്കെ പറയുവാണ് വർഷ. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നാണമില്ലേന്നു, ഈ ചതിക്കലും ഫ്രോഡ് കാണിക്കലൊക്കെ ഇവൻ്റെ കൂടെ പിറപ്പാന്ന് പറയുവാണ്. അപ്പോൾ പിന്നെ രേവതി ചന്ദ്രയോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എനിക്ക് എൻ്റെ സ്വർണ്ണം എടുത്തതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ലാ സത്യങ്ങളും അറിഞ്ഞിരുന്നിട്ടും ആ കുറ്റം മൊത്തം എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും തലയിൽ കെട്ടിവെച്ചില്ലേ. വരവ് റോൾ ഗോൾഡ് ഇട്ടിട്ടാണ് എന്നെ കല്യാണത്തിന് അയച്ചതെന്നൊക്കെ അമ്മ പറഞ്ഞില്ലേ. ഇതൊക്കെ എന്തൊരു ന്യായം അമ്മയെന്നൊക്കെ രേവതി ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. ചന്ദ്രക്ക് ഉത്തരം മുട്ടി നിൽക്കുവാണ്. ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. രവീന്ദ്രന്റെ നിയന്ത്രണം വിട്ട് പിന്നെ സുധി അങ്ങോട്ട് കുറെ തല്ലുവാണ്. നീ എന്താടാ കുറച്ചുപോലും മാറാത്തെ? ഇപ്പോഴും ഈ മോഷണമൊക്കെ നിന്റെ തലേന്ന് മാറിയിട്ടില്ലേ? എപ്പോഴാടാ നീ ഇനി നന്നാവുന്നേന്ന് പറഞ്ഞ് ഒരുപാട് തല്ലുന്നുണ്ടേ ശ്രുതിയെ. ശ്രുതിക്കൊക്കെ സങ്കടം വരുവാണ്. ചന്ദ്ര ഇടയിൽ കയറി അയ്യോ വേണ്ട രവിയേട്ടാ എന്ന് പറഞ്ഞ് തടുക്കാൻ നോക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, ചന്ദ്രയെ മാറി നിന്നോ, ആദ്യം അടിക്കേണ്ടത് നിന്നെയാ, എന്ത് പണിയാ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ചന്ദ്ര അപ്പോഴും ശ്രുതിയെ ന്യായീകരിക്കുവാണ്. അത് പിന്നെ അവൻ പറ്റിക്കപ്പെട്ട് വന്ന് നിന്നപ്പോഴേക്കും, അപ്പോൾ ബാക്കി പറഞ്ഞ രവീന്ദ്രനാണ്, പറ്റിക്കപ്പെട്ട് വന്ന് നിന്നപ്പോൾ നിങ്ങളും ബാക്കിയുള്ളവരെ പറ്റിക്കാൻ നോക്കുന്നു, ഇവൻ ചെയ്തത് മോഷണം തന്നെയാ ചന്ദ്ര എന്നൊക്കെ പറയുവാണ്. സച്ചി അപ്പോഴേക്ക് രവീന്ദ്രനെ ശാന്താക്കുവാണ്. അച്ഛ ഒന്ന് മാറി നിൽക്ക് പ്ലീസ് എന്ന് പറയുവാണ്. എന്നിട്ട് ബാക്കി ചോദിക്കുന്നത് സച്ചിയാണ്. എടാ, നീ അന്ന് ടെറസിലിരുന്ന് എന്തൊക്കെയാ പറഞ്ഞത്? നീ ഒരു പൂകെട്ടുന്നവളെയാ കെട്ടിയത്, ഞാനൊരു ബിസിനസ്മാൻ കോടീശ്വരൻ്റെ മോളെയാ കെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിനക്കൊരാവശ്യം വന്നപ്പോൾ എൻ്റെ ഭാര്യയുടെ സ്വർണം വേണ്ടി വന്നല്ലേ, എന്തിനാണ് എൻ്റെ ഭാര്യയുടെ സ്വർണം വിറ്റതെന്ന് പറഞ്ഞിട്ട് വീണ്ടും തല്ലുവാണ് സച്ചി ശ്രുതിയെ. അപ്പോഴേക്കും ശ്രുതി ഇടയിൽ കയറും. എന്താ സച്ചി ഇത്, ആൾ മാറി മാറി ശ്രുതിയെ തല്ലുന്നത് എന്തിനാന്ന് ചോദിക്കുവാണ് ശ്രുതി. പിന്നെ ഇവനടുത്ത് ഞാൻ കൊഞ്ചിക്കണമെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ ഇടപെടൽ കാണുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ശ്രുതിക്ക് ഇതൊക്കെ ന്യായീകരിക്കാൻ എങ്ങനെ തോന്നുന്നു? അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, ഇനി ശ്രുതി ചേച്ചിയും കൂടി അറിഞ്ഞിട്ടാണോ ഇതൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നുണ്ട്, അതെ എനിക്കറിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രനും സച്ചിക്കും അത് വീണ്ടും ഒരു ഷോക്കാവാണ്. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ ഇവൾ ഇത്രയും നാളെ ഇവനെ വളർത്തി ചീത്താക്കി, മോളും കൂടി അതിന് കൂട്ടു നിൽക്കുവാണോ എന്ന് ചോദിക്കുകയാണ്. മോക്കെങ്കിലും ഇവനെ പറഞ്ഞ് ഉപദേശിച്ചൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ മോഷണം ഇവർ മോഷ്ടിച്ച സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ശ്രുതി ഇന്നലെ എന്നോടെല്ലാം തുറന്നു പറഞ്ഞത്, എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന് കൂട്ടി നിൽക്കില്ലായിരുന്നു അങ്കിൾ എന്ന് ശ്രുതി പറയുന്നുണ്ട്. പേടിച്ചിട്ട അങ്കിൾ, ശ്രുതിക്ക് വേറെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ആ ടൈമിലെന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതിന് വേറൊരാളുടെ സ്വർണം വെച്ചിട്ട് വേണോ, ഇങ്ങനെ കള്ളത്തരമൊക്കെ കാണിച്ചിട്ട് വേണോ നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാനെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഇപ്പം എന്താ സ്വർണ്ണമല്ലേ പ്രശ്നം, രേവതിക്ക് സ്വർണം ഞാൻ മേടിച്ചു തരാം, അപ്പോൾ പ്രശ്നമൊക്കെ തീരില്ലേ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഓ അങ്ങനെ പ്രശ്നം തീർക്കാൻ നോക്കുവാണോ, അങ്ങനെ ചെയ്താൽ ഈ പ്രശ്നം തീരോ, മോഷണം അല്ലാതാവോ എന്ന് രേവതി ചോദിക്കുന്നുണ്ടേ. നീ എന്താടി കിട്ടിയ അവസരം മുതലാക്കുവാണോ എന്ന് പറഞ്ഞ് ചന്ദ്ര രേവതിയുടെ അടുത്ത് പൊട്ടിത്തെറിക്കാൻ പോകുമ്പോഴേക്കും രവീന്ദ്രൻ വരുവാണേ ചൂടായിട്ട്, ചന്ദ്രേ നീ മിണ്ടാതിരുന്നോ മര്യാദക്ക്, നീയൊക്കെ ഒരു നല്ല അമ്മയാണോ, മകൻ എങ്ങനെയാ വളർത്തി വെച്ചിരിക്കുന്നത്, അവന് ചെറുപ്പം മുതലേ മോഷണം കുത്തിത്തിരിപ്പ് വേണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഇവൻ ബിസിനസ്സിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മിസ്റ്റേക്ക്, അതിന് വേറൊരാളുടെ സ്വർണ്ണം എടുത്ത് വിൽക്കുകയല്ല വേണ്ടതെന്നൊക്കെ രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര അപ്പോഴും രേവതിനെ മുമ്പിൽ വെച്ച് ചീത്ത പറയുമ്പോഴേക്കും ചന്ദ്രക്ക് നാണക്കേടാവുകയാണ്. ചന്ദ്ര അപ്പോഴും അതിനെ ന്യായീകരിക്കുവാണ്. അല്ല, ആ സ്വർണം അവിടെ വെറുതെ ഇരിക്കുമായിരുന്നില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് എടുത്ത് വിൽക്കോ? നോക്ക്, അവൾ ഇപ്പോഴൊരു നല്ലവളെ പോലെ സംസാരിക്കുന്നു നോക്ക്. എന്നിട്ട് വിറ്റതും പോരാനിട്ട് എൻ്റെ അമ്മയെ കുറ്റം പറഞ്ഞു, രേവതിയുടെ വീട്ടുകാരെ കുറ്റം പറഞ്ഞു. നീയൊക്കെ എന്തൊരു ജന്മമാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. നിൻ്റെ കൂടെ ജീവിക്കാൻ തന്നെ എനിക്ക് പേടിയാവുക. നാളെ നീ നിൻ്റെ മോനെ വേണ്ടി എന്നെ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്രക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവുകയാണ്. എന്താ രവിയേട്ട എങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും, ഞാൻ ഇങ്ങനെയൊക്കെ പറയും, നീ എന്നോട് മിണ്ടണ്ട, ഇനി നീ എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, എൻ്റെ
എൻ്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ ചന്ദ്ര എന്നൊക്കെ പറയുവാണ് രവീന്ദ്രൻ. നിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു ഗ്ലാസ് വെള്ളം പോലും മേടിച്ച് കുടിക്കില്ല, എനിക്ക് നിന്റെ മുഖം കാണാൻ തന്നെ വെറുപ്പാ, എൻ്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ ചന്ദ്ര എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര കരയുവാണേ പൊട്ടി. രവിയേട്ടൻ എന്താ എന്നെ മനസ്സിലാക്കാത്തേ, ഞാൻ ഞങ്ങളുടെ മകന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ചെയ്തത്, ഈ ഒന്നുമില്ലാത്തവളുടെ മുമ്പിൽ വെച്ചൊക്കെ എന്നെ എന്നിട്ട് ചീത്ത പറയുവാണോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ ചന്ദ്ര പറഞ്ഞെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.